ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹെയർ കെയർ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മളിതിൻ്റെ മുന്നേ വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഹെയർ കെയർ ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാനൊരു 1 വീക്ക് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് വേണം ഈ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഹെയർ കേളി ഫിസിങ് വേവി അങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിൽ തീരെ ഗ്രോത്ത് വെക്കുന്നില്ല, എപ്പോഴും ചുരുട്ട് കയറി ഒരു ചകിരി പോലെ നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ എന്തായാലും ഗ്രോത്ത് വെക്കുന്നുള്ള ഉറപ്പുള്ള പാക്കാണ്. ഞാൻ ഈ ഒരു ഹെയർ പാക്കൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ ഈ ഒരു ലെവലിൽ ഈ ഒരു ഇതിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു 30 ഡേയ്സിനും കൂടെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ചെയ്താൽ മതി. 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് വേണ്ടി നിങ്ങൾ പുറത്ത് പോയിട്ട് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ഹെയർ ഗ്രോത്ത് വരും. അതുപോലെ നമ്മുടെ പുതിയ മുടി കിളിർക്കാനും നിങ്ങൾക്ക് തീരെ ബോഡിയിൽ തോന്നാത്ത ഹെയർ ആണെങ്കിൽ ബോഡി തോന്നിക്കാൻ വേണ്ടിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. നിങ്ങൾക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ട്, ഈ ഒരു പ്രശ്നവും കൂടി ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടി നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. നമ്മൾ അതൊരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ ഹെയർ കെയർ ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് മുതലേ നമ്മൾ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതായത് നമ്മളൊരു ഹെയർ കെയർ ചലഞ്ച് എന്നിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഫസ്റ്റിലേ കണ്ട് നിങ്ങൾ ഏത് ടൈപ്പ് ഹെയർ ആണ്, നിങ്ങൾ ഏത് ഹെയറിന് എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഓരോ ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കണേ. ഈ ഒരു പാക്കിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഒലുവയാണ്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് ചെറിയുള്ളി എടുക്കണമെങ്കിൽ അത് എടുക്കുക. ഞാൻ 2 വെല്ലുള്ളിയാണ് എൻ്റെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് എടുത്തത് കേട്ടോ. അതിലേക്ക് നമുക്ക് മൂന്നാമത് വേണ്ടത് ചെമ്പരത്തിൻ്റെ ഇലയാണ്. നമ്മൾ പൂവ് എടുക്കേണ്ട, ചെമ്പരത്തിൻ്റെ ഇല എടുത്താൽ മതി. നമ്മൾ താളി പോലെയൊക്കെ അപ്ലൈ ചെയ്യുന്നില്ലേ, അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇല എടുക്കുക. നിങ്ങൾക്കതിപ്പം ഫാൻസി ടൈപ്പ് ചെമ്പരത്തി ഉണ്ടാവും, അതുണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി അല്ല നിങ്ങൾ അഞ്ചിലുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഹെയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു 10-15 ഇല എന്തായാലും വേണം. എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കുക ചെയ്യുക. നമ്മൾ ഈ ഒരു താളീൻ്റെ ഇലയും കൂടെ ആഡ് ചെയ്യുമ്പം നല്ല രീതിയിൽ നമുക്ക് ഒരു കണ്ടീഷണർ എഫക്റ്റ് വരും. ഹെയർ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളെ ഹെയർ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ആ ഒരു ടെക്സ്ചർ ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. മിക്സിയിലിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് കട്ടിയാവുന്ന രീതിയിലാവും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നിങ്ങൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്നത് നീലഭൃംഗാദിൻ്റെ ഹെയർ ഓയിലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ ഒരു ഹെയർ ഓയിലാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഞാൻ കുറേ എണ്ണം മാറ്റിയിട്ട് ഇപ്പോൾ ഞാനൊരു 4 കൊല്ലം ഇത് ഹെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിൻ്റെ ടിപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്കാണ് ചെയ്യുന്നത്. പാക്ക് നിങ്ങൾ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മുടിയിൽ ബാക്കി ഭാഗത്തേക്ക് ചെയ്യേണ്ടതെന്നല്ല, സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഈ ഉള്ളിയാണെങ്കിലും ഉലുവയാണെങ്കിലും നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളി നമുക്ക് ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങൾ ഈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ തോന്നും. അതൊരു ജെല്ല് പോലെയാണ് തോന്നുന്നത്. നമ്മൾ ഈ ഉലുവ വരുന്നതിനെ കൊണ്ട് തന്നെ ഒരു ജെല്ല് പോലെ തോന്നുന്നതിനെ കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഓരോ വകച്ചിലെടുത്ത് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കൈ ജസ്റ്റ് ഒന്ന് നമ്മളെ സ്കാൽപ്പിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെയൊക്കെയാണ് ആവാത്തതെന്നുള്ളത്. ഒരു ചൂട് പോലെ നിങ്ങൾക്ക് തോന്നും. ആ ഭാഗത്ത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം ഒരു 30-40 മിനിറ്റിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഈ രീതിയിൽ വേണം ഈ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല റിസൾട്ട് ആയിരിക്കും. നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ ഒന്നും വെച്ച് ഹെയർ വാഷ് ചെയ്യേണ്ട. നമുക്കൊരു കണ്ടീഷണർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഷാമ്പു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെമ്പരത്തിൻ്റെ ഇല ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 30 മിനിറ്റിന് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ പാക്ക്.